1. ആദ്യ സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയത് ആരായിരുന്നു? ഉത്തരം ഹരിവംശ റായ് ബച്ചൻ. 2. റോഡരികിൽ മേൽക്കുറ്റി സ്ഥാപിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചത് ആരായിരുന്നു? ഉത്തരം അശോക ചക്രവർത്തി. 3. മെലാനിൻ്റെ അഭാവം കാരണം മനുഷ്യനിലുണ്ടാകുന്ന അവസ്ഥ ഏത്? ഉത്തരം ആൽബിനിസം. 4. ഒരു ഔൺസ് എന്നത് എത്ര ഗ്രാമാണ്? ഉത്തരം 28.35 ഗ്രാം. 5. ഒരു പൗണ്ട് എന്നത് എത്ര കിലോഗ്രാം ആണ്? ഉത്തരം 0.454 കിലോഗ്രാം. 6. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഉത്തരം ക്ഷയം. 7. ജീൻ എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം വില്യം ജോഹാൻസൺ. 8. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി നദി. 9. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം സിന്ധു നദി. 10. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദി ഏതാണ്? ഉത്തരം ബ്രഹ്മപുത്ര. 11. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 8. 12. ഭാംഗ്ര ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ്? ഉത്തരം പഞ്ചാബ്. 13. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2008. 14. നൈലോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം W.H. കാരോത്തേഴ്സ്. 15. ഏത് ലോഹങ്ങളുടെ സാന്നിധ്യമാണ് ജലത്തിൻ്റെ കാഠിന്യത്തിനു കാരണമാകുന്നത്? ഉത്തരം കാൽസ്യം, മഗ്നീഷ്യം. 16. സൂര്യനും ചന്ദ്രനും ചുറ്റും വലയങ്ങൾ തീർക്കുന്ന മേഘങ്ങൾ ഏത്? ഉത്തരം സിറോസ്ട്രാറ്റസ് മേഘങ്ങൾ. 17. ഇന്ത്യ വികസിപ്പിച്ച GPS സംവിധാനം ഏത്? ഉത്തരം നാവിക്. 18. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം തമിഴ്നാട്. 19. സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരായിരുന്നു? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. 20. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ക്രയോജനിക്സ്. 21. ഫ്രഞ്ച് വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട രസതന്ത്രജ്ഞൻ ആരായിരുന്നു? ഉത്തരം ലാവോസിയ. 22. വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന രാസപദാർത്ഥം ഏതാണ്? ഉത്തരം ടൈറ്റാനിയം ഓക്സൈഡ്. 23. ദേശീയ ടെലിഫോൺ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസം? ഉത്തരം ഏപ്രിൽ 25. 24. ഹർമന്ദിർ സ്വാഹിബ് എന്നറിയപ്പെടുന്ന ആരാധനാലയം ഏതാണ്? ഉത്തരം സുവർണക്ഷേത്രം. 25. ചരിത്രം എനിക്ക് മാപ്പ് തരും എന്ന വിഖ്യാത പ്രഭാഷണം നടത്തിയത് ആരായിരുന്നു? ഉത്തരം ഫിഡൽ കാസ്ട്രോ. 26. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് സമരകാലത്താണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. 27. വംശീയ വിവേചനത്തിനെതിരെ എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പ്രശസ്ത പ്രസംഗം നടത്തിയ അമേരിക്കക്കാരൻ ആരായിരുന്നു?
ഉത്തരം മാർട്ടിൻ ലൂതർ കിങ്. 28. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രശസ്തമായ പ്രസംഗം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 29. 4 സ്വാതന്ത്ര്യങ്ങൾ എന്ന പ്രശസ്തമായ പ്രസംഗം 1941 നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. 30. നിണവും കഷ്ടപ്പാടും കണ്ണീരും വിയർപ്പും എന്നറിയപ്പെട്ട പ്രശസ്തമായ പ്രസംഗം ബ്രിട്ടീഷ് പാർലമെന്റിൽ നടന്നത്? ഉത്തരം വിൻസെന്റ് ചർച്ചിൽ. 31. 1863 പ്രശസ്തമായ ജെറ്റിസ്ബർഗ് പ്രസംഗം നടത്തിയത് ആരാണ്? ഉത്തരം എബ്രഹാം ലിങ്കൺ. 32. ജർമ്മനിയുടെ ഏകീകരണത്തെക്കുറിച്ച് പ്രശസ്തമായ നിണവും ഇരുമ്പും എന്ന പ്രസംഗം നടത്തിയത് ആരാണ്? ഉത്തരം ബിസ്മാർക്ക്. 33. അടിമത്തത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ലൈസിയം പ്രസംഗം നടത്തിയത് ആരാണ്? ഉത്തരം എബ്രഹാം ലിങ്കൺ. 34. പ്രശസ്തമായ ഗിരിപ്രഭാഷണം ആര് നടത്തിയതാണ്? ഉത്തരം യേശുക്രിസ്തു. 35. ഐക്യരാഷ്ട്രസഭയുടെ ഏത് സമിതിയിലാണ് ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്നത്? ഉത്തരം UN പൊതുസഭ. 36. ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം UN ചാർട്ടർ. 37. ഐക്യരാഷ്ട്രസഭയുടെ ആപ്തവാക്യം എന്താണ്? ഉത്തരം ഇത് നിങ്ങളുടെ ലോകമാണ്. 38. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നത് എപ്പോൾ? ഉത്തരം 1945 ഒക്ടോബർ 24. 39. 1901 സാഹിത്യത്തിനുള്ള ആദ്യ നോബൽ സമ്മാനം നേടിയത് ആരായിരുന്നു? ഉത്തരം സള്ളി പ്രൂദോം. 40. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി അലങ്കരിച്ച രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 41. ദ്വിമണ്ഡല സമ്പ്രദായം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? ഉത്തരം ബ്രിട്ടൻ. 42. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം 1961. 43. അഭിജ്ഞാനശാകുന്തളം ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. 44. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന കേരളീയ കല ഏതാണ്? ഉത്തരം കഥകളി. 45. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഡച്ചുകാർ രചിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. 46. വൃത്താന്ത പത്രപ്രവർത്തനം എന്ന പുസ്തകം ആരുടെ കൃതിയാണ്? ഉത്തരം
സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. 47. വാൽമീകിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം രത്നാകരൻ. 48. റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യൻ ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം നിക്കോളാസ് രണ്ടാമൻ. 49. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് കറുപ്പ് യുദ്ധം നടന്നത്? ഉത്തരം ബ്രിട്ടൻ, ചൈന. 50. സോഡിയം ലോഹം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം ഹംഫ്രി ഡേവി. 51. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓസ്റ്റ് വാൾഡ് പ്രക്രിയ. 52. 1 ഹെക്ടർ എന്നത് എത്ര ഏക്കർ ആണ്? ഉത്തരം 2.47 ഏക്കർ. 53. അസ്ഥികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓസ്റ്റിയോളജി. 54. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ലിഥിയം. 55. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ദുബായ്. 56. ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. 57. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഡിസംബർ 23. 58. അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ട്രാൻസ്പാരൻസി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബെർലിൻ. 59. കൂച്ച് ബെഹാൻ ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്രിക്കറ്റ്. 60. നെൽസൺ മണ്ടേലയ്ക്ക് ഭാരതരത്നം ലഭിച്ചത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1990. 61. UGCയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ ശാന്തി സ്വരൂപ് ഭട്നാഗർ. 62. ഏത് വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് UGC രൂപം കൊണ്ടത്? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണർ കമ്മീഷൻ. 63. ഇന്ത്യൻ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഹോമി ജെ ഭാഭ. 64. ശിരുവാണിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഭവാനി. 65. ഇടമലയാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പെരിയാർ. 66. പേപ്പാറ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കരമനയാറ്. 67. പെരിയാർ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഉത്തരം ശിവഗിരി മല. 68. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം
ആർട്ടിക്കിൾ 32. 69. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ധനകാര്യ കമ്മീഷൻ. 70. പനാമ കനാൽ തുറന്നത് ഏതു വർഷമാണ്? ഉത്തരം 1914. 71. ദി വാക്ക് ഓഫ് ഫ്രീഡം എന്ന പുസ്തകം എഴുതിയതാരാണ്? ഉത്തരം മൊറാർജി ദേശായി. 72. ഏത് വേദത്തിൻ്റെ ഉപവേദമാണ് ധനുർവേദം? ഉത്തരം യജുർവേദം. 73. പഴയ കാലത്ത് സരൺ ദ്വീപ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഏതാണ്? ഉത്തരം ശ്രീലങ്ക. 74. ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം രാമനാഥ് ഗോയങ്കെ. 75. അറ്റ്ലസ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ്? ഉത്തരം ആഫ്രിക്ക. 76. ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ടെമ്പിൾ ട്രീസ്? ഉത്തരം ശ്രീലങ്ക. 77. കേരള നിയമസഭയിലെ സീറ്റുകളുടെ എണ്ണം 133 നിന്ന് 140 മാറിയത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1977. 78. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ പത്രം ഏതാണ്? ഉത്തരം ആനന്ദ ബസാർ പത്രിക. 79. കമ്പ്യൂട്ടർ മേഖലയിലെ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം ട്യൂറിംഗ് പുരസ്കാരം. 80. മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? ഉത്തരം ലൂയിസ് പാസ്റ്റർ. 81. ഏത് ദിവസമാണ് ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഏപ്രിൽ 22. 82. സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്നത് ഏത് ഗ്രഹത്തിലാണ്? ഉത്തരം ശനി. 83. പേർഷ്യൻ ഭാഷയ്ക്ക് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം വില്യം ബെനറിക് പ്രഭു. 84. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി രോഗം ഉണ്ടാകുന്നത്? ഉത്തരം വിറ്റാമിൻ സി. 85. മരച്ചീനി ചെടിയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? ഉത്തരം മാനിഹോട്ട് യൂട്ടിലിസിമ. 86. അസാധാരണ മനുഷ്യൻ എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം കഴ്സൺ പ്രഭു. 87. നവാബുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലം ഏതാണ്?
ഉത്തരം ലക്നൗ. 88 പരശുറാം കുണ്ട് തീർത്ഥാടന കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം അരുണാചൽ പ്രദേശ്. 89 ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന ഗ്രന്ഥം രചിച്ച തിരുവിതാംകൂർ ദിവാൻ ആര്? ഉത്തരം ടി മാധവറാവു. 90 ഇലാഹി കലണ്ടർ ആരംഭിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1583. 91 ഇലാഹി കലണ്ടർ ആരംഭിച്ചത് ആരായിരുന്നു? ഉത്തരം അക്ബർ. 92 ഹിന്ദി ഭാഷ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം സെപ്റ്റംബർ 16. 93 കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം പാമ്പാടും ചോല. 94 ലോക മൃഗസംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഉത്തരം ഒക്ടോബർ 4. 95 ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. 96 8 മണിക്കൂർ തുടർച്ചയായി ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ച ഇന്ത്യക്കാരൻ ആര്? ഉത്തരം VK കൃഷ്ണമേനോൻ. 97 കബനി നദിയിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഉത്തരം കുറുവ ദ്വീപ്. 98 കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ നദി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഏത് പേരിലാണ്? ഉത്തരം ചൂർണി. 99 കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം ഭാരതപ്പുഴ. 100 കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഉത്തരം പെരിയാർ. 101 സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം കപിൽ ദേവ്. 102 നോബൽ സമ്മാനവും ഓസ്കാർ പുരസ്കാരവും നേടുന്ന രണ്ടാമത്തെ വ്യക്തി ആര്? ഉത്തരം ബോബ് ഡിലൻ. 103 ഗ്രീൻപീസ് സംഘടനയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ആംസ്റ്റർഡാം. 104 ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. 105 കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഗോദവർമ്മ രാജ.
106. നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് ആരാണ്? ഉത്തരം വന്ദന ശിവ. 107. ഇന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ഉത്തരം ഹൊഗനക്കൽ വെള്ളച്ചാട്ടം. 108. അഭിനയത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ്? ഉത്തരം കൂടിയാട്ടം. 109. കിഴക്കിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റാണി ഗെയ്ദിലോ. 110. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വാഞ്ചി അയ്യർ. 111. ലക്ഷദ്വീപിൻ്റെ അധികാരം നിയന്ത്രണത്തിൽ വച്ചിരുന്ന കേരളത്തിലെ രാജവംശം ഏതായിരുന്നു? ഉത്തരം അറയ്ക്കൽ രാജവംശം. 112. ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക ഗവേഷണശാലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ശാന്തി സ്വരൂപ് ഭട്നഗർ. 113. ഇന്ത്യയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ആരായിരുന്നു? ഉത്തരം ലീല സേത്. 114. കേരള ഹൈക്കോടതിയെ ആദ്യ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഉത്തരം KK ഉഷ. 115. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഉത്തരം സുജാത മനോഹർ. 116. കേരളം ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഉത്തരം KT കോശി. 117. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? ഉത്തരം MS ഫാത്തിമ ബീവി. 118. സുപ്രീം കോടതിയിലെ ആദ്യ മലയാളി ജഡ്ജി ആരായിരുന്നു? ഉത്തരം P ഗോവിന്ദമേനോൻ. 119. ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരായിരുന്നു? ഉത്തരം അന്ന ചാണ്ടി. 120. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ അധികാരം കൈകാര്യം ചെയ്യുന്ന ഹൈക്കോടതി ഏതാണ്? ഉത്തരം ഗുവാഹത്തി ഹൈക്കോടതി. 121. ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്നു? ഉത്തരം കേരള ഹൈക്കോടതി. 122. ഇന്ത്യയിലെ ഹൈക്കോടതിയുടെ എണ്ണം എത്ര? ഉത്തരം 24. 123. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ സർവ്വദിക്കിലും അവൻ ചങ്ങലയിലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം
റൂസോ. 124. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു. ഇത് ഏത് ഗണിതശാസ്ത്രജ്ഞൻ്റെ വാക്കുകൾ ആണ്? ഉത്തരം പൈതഗോറസ്. 125. വെടിയുണ്ടയേക്കാൾ ശക്തമാണ് ബാലറ്റ്. ഇത് ആരുടെ വചനമാണ്? ഉത്തരം എബ്രഹാം ലിങ്കൺ. 126. ലോക്സഭാ സ്പീക്കർ ആയതിനു ശേഷം രാഷ്ട്രപതി ആയ വ്യക്തി ആരാണ്? ഉത്തരം നീലം സഞ്ജീവ റെഡ്ഡി. 127. ഹൃദയത്തിന് 4 അറകളുള്ള ഒരേ ഒരു ഉരഗജീവി ഏതാണ്? ഉത്തരം മുതല. 128. സസ്യങ്ങളിൽ പൂക്കൾ വിരിയാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ഫ്ലോറിജൻ. 129. ഫലം പാകമാകാനും ഇല പൊഴിയുന്നതും നിയന്ത്രിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ്? ഉത്തരം എഥിലീൻ. 130. കോശവിഭജനം ത്വരിതപ്പെടുത്തി സസ്യവളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം സൈറ്റോകൈനിൻ. 131. ജീവന്റെ ഉൽപ്പത്തി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ചാൾസ് ഡാർവിൻ. 132. പ്രസിദ്ധമായ മയൂര സിംഹാസനം നിർമ്മിച്ചത് ആരായിരുന്നു? ഉത്തരം ഷാജഹാൻ. 133. കോസ്മിക് രശ്മികൾ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം വിക്ടർ ഹെസ്. 134. ഹോഫ്മാൻ കപ്പ് ഏത് കായിക ദിനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ടെന്നീസ്. 135. ആചാര്യ വിനോബാവയുടെ പൗനാർ ആശ്രമം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. 136. ലോക്സഭയിലേക്ക് എത്ര പേരെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം? ഉത്തരം 2. 137. റാണ പ്രതാപ് സാഗർ പദ്ധതി
ഏത് സംസ്ഥാനത്താണ്? ഉത്തരം രാജസ്ഥാൻ. 138. ഇന്ത്യയിൽ വരുമാന നികുതി നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം 1962. 139. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യ വനിത ആരാണ്? ഉത്തരം ദുർഗാബായി ദേശ്മുഖ്. 140. കൃതികളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ഹിപ്പോളജി. 141. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റ് ഏതാണ്? ഉത്തരം ഡ്യൂറൻഡ് കപ്പ്. 142. ഭൂമിയിലെ പ്രായത്തിലെ ഏത് കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്? ഉത്തരം ഹോളോസീൻ. 143. ഏറ്റവും അധികം ദേശീയോദ്യാനങ്ങൾ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. 144. ദേവനാം പ്രിയദർശി എന്നറിയപ്പെട്ടിരുന്ന പ്രാചീന ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം അശോകൻ. 145. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്രയാണ്? ഉത്തരം 6. 146. ഗ്രീനിച്ച് സമയം കൃത്യമായി അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ക്രോണോമീറ്റർ. 147. ഭൂസർവേ നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം തിയഡോലൈറ്റ്. 148. ദക്ഷിണേന്ത്യയിലെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്നറിയപ്പെടുന്ന വനിത ആരാണ്? ഉത്തരം അന്ന ജേക്കബ്. 149. ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി ആരാണ്? ഉത്തരം രാജാ കേശവദാസ്. 151. പശ്ചിമഘട്ടത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം തപ്തി നദി. 151. താൻസർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഗ്വാളിയർ. 152. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ്? ഉത്തരം ചിൽക്ക. 153. കണ്ണാടിപ്പുഴ ഏത് തടിയുടെ പോഷക നദിയാണ്? ഉത്തരം ഭാരതപ്പുഴ. 154. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലോർഡ് വെല്ലിംഗ്ടൺ.
155. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്ഥാപിതമായത് ഏത് വർഷം? ഉത്തരം 1907. 156. ഗുപ്ത സാമ്രാജ്യത്തെ ബ്രാഹ്മണരുടെ ഭൂമി എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം ഫാഹിയാൻ. 157. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ആർതർ വെല്ലസി. 158. വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ശശി തരൂർ. 159. ആദ്യ ഒളിമ്പിക്സ് ഹോക്കി ജേതാക്കൾ ഏത് രാജ്യമായിരുന്നു? ഉത്തരം ഇംഗ്ലണ്ട്. 160. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ആര്യസമാജം. 161. ആധാർ കാർഡ് നേടിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം രഞ്ജന സോനാവൽ. 162. ആദ്യ ഫുട്ബോൾ ലോകകപ്പ് മത്സരം നടന്നത് എവിടെ വച്ചാണ്? ഉത്തരം യൂറുഗ്വേ. 163. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെ? ഉത്തരം തുഷാർ ഗാന്ധി ഘോഷ്. 164. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? ഉത്തരം ചലപതി റാവു. 165. ലോകത്തിൽ ആദ്യമായി പത്രം പ്രസിദ്ധീകരിച്ച രാജ്യം ഏതാണ്? ഉത്തരം ചൈന. 166. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഉത്തരം പ്ലാറ്റിനം. 167. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ഉത്തരം കോബാൾട്ട് 60. 168. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം രബീന്ദ്ര ഭവൻ. 169. കർക്കടക സംക്രമം എന്നറിയപ്പെടുന്ന ദിവസം ഏതാണ്? ഉത്തരം സെപ്റ്റംബർ 23. 170. മഹാവിഷുവം എന്നറിയപ്പെടുന്ന ദിവസം ഏതാണ്? ഉത്തരം മാർച്ച് 21. 171. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം എപ്പോൾ? ഉത്തരം 1962.
172. യൂറോപ്യൻ യൂണിയൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? ഉത്തരം മാസ്ട്രിച്ച് ഉടമ്പടി. 173. ഒരു ബാരൽ എന്നത് എത്ര ലിറ്ററാണ്? ഉത്തരം 159 ലിറ്റർ. 174. ആദ്യത്തെ സമാധാന നോബൽ സമ്മാന ജേതാവ് ആരായിരുന്നു? ഉത്തരം ജീൻ ഹെൻറി ഡൂനന്റ്. 175. നീതിച്ചങ്ങല നടപ്പിലാക്കിയ മുഗൾ രാജാവ് ആരായിരുന്നു? ഉത്തരം ജഹാംഗീർ. 176. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. 177. വർദ്ധമാന മഹാവീരൻ ജനിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 540 BC. 178. ഇന്ത്യയിൽ ആദ്യമായി റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തർപ്രദേശ്. 179. മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം നേടിയ മലയാള കവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. 180. സൂര്യനും ഭൂമിയും തമ്മിൽ അകലം ഏറ്റവും കൂടുതലുള്ള ദിവസം ഏതാണ്? ഉത്തരം ജൂലൈ 4. 181. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? ഉത്തരം ബാരിസ്റ്റർ GP പിള്ള. 182. ഏത് വർഷമാണ് ബ്രിക്സ് സ്ഥാപിതമായത്? ഉത്തരം 2006. 183. ഐക്യരാഷ്ട്രസഭയ്ക്കു ആസ്ഥാനം പണിയാൻ ഭൂമി സൗജന്യമായി നൽകിയ അമേരിക്കക്കാരൻ ആരായിരുന്നു? ഉത്തരം ജോൺ ഡി റോക്ക്ഫെല്ലർ. 184. ഇന്ത്യ ചരിത്രത്തിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഗുപ്ത കാലഘട്ടം. 185. ആൻ അൺഫിനിഷ്ഡ് ഡ്രീം എന്ന പുസ്തകം ആരുടെ കൃതിയാണ്? ഉത്തരം വർഗീസ് കുര്യൻ. 186. മനുഷ്യരക്തത്തിൻ്റെ PM മൂല്യം എത്രയാണ്? ഉത്തരം 7.4. 187. ദി സെക്കൻഡ് ലൈഫ് എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഡോക്ടർ ക്രിസ്റ്റിയൻ ബെർണാഡ്.
188. ശാസ്ത്രക്രിയാ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഏതു വികിരണമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം അൾട്രാവയലറ്റ്. 189. ലോക നൃത്ത ദിനമായി ആചരിക്കുന്നത് ഏതു ദിവസമാണ്? ഉത്തരം ഏപ്രിൽ 29. 190. പ്രാചീന കാലത്തു സിന്ധു സാഗർ എന്നറിയപ്പെട്ടത് ഏത് സമുദ്രമാണ്? ഉത്തരം അറബിക്കടൽ. 191. ഭാരതരത്നം നേടിയ ആദ്യ വനിത ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി. 192. അവസാനത്തെ ഖിൽജി വംശ രാജാവ് ആരായിരുന്നു? ഉത്തരം മുബാറക് ഖിൽജി. 191. ഹിഗ്യുറ്റ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം NS മാധവൻ. 194. വാഗൺ ട്രാജഡി നടന്നത് ഏതു വർഷമാണ്? ഉത്തരം 1921. 195. കേരളത്തിൽ നിന്ന് ആദ്യമായി ലോകസഭാ അംഗമായ വനിത ആരാണ്? ഉത്തരം ആനി മസ്ക്രീൻ. 196. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു. 197. രാഷ്ട്രകൂട വംശത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ദന്തിദുർഗൻ. 198. ഏഷ്യൻ വികസന ബാങ്ക് സ്ഥാപിതമായത് ഏത് വർഷമാണ്? ഉത്തരം 1966. 199. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ഉത്തരം പത്തനംതിട്ട. 200. ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ട ഏതാണ്? ഉത്തരം പള്ളിപ്പുറം കോട്ട. 201. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. 201. ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടക്കുമ്പോൾ കേന്ദ്ര കൃഷിമന്ത്രി ആരായിരുന്നു? ഉത്തരം C. സുബ്രഹ്മണ്യം. 204. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. 205. രക്തബാങ്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ചാൾസ് റിച്ചാർഡ് ഡ്രൂ.
206 കോലത്തുനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം കണ്ണൂർ. 207 മദ്രാസ് പട്ടണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെ? ഉത്തരം ഫ്രാൻസിസ് ഡേ. 208 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം വേവൽ പ്രഭു. 209 ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം കാഴ്സൺ പ്രഭു. 210 ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഏത് വർഷം? ഉത്തരം 1948. 211 ചൗരി ചൗര സംഭവ സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം റീഡിംഗ് പ്രഭു. 212 കേരളത്തിലെ നിലവിൽ ഏറ്റവും പഴക്കമുള്ള പത്രമായ ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് എപ്പോൾ? ഉത്തരം 1887. 213 കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ്? ഉത്തരം CMS കോളേജ്, കോട്ടയം.